ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. എൻ്റെ ഒരു സുഹൃത്തിന് 2 ദിവസം മുമ്പുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. 2 ദിവസം മുമ്പ് ഒരു വൈകുന്നേരം സുഹൃത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ലേഡി വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് 50,000 രൂപ അവർ തെറ്റായി GPay ചെയ്തതാണെന്നും അത് ഉടൻ തന്നെ തിരിച്ചയക്കണമെന്നും പറഞ്ഞു. അദ്ദേഹം മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ 50,000 രൂപ തൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതായി കണ്ടു. GPayയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അയച്ച ആളിൻ്റെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഫോൺ വിളിച്ച ആളിൻ്റെ പേര് തന്നെയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു കോൾ വരികയും ആ ലേഡിക്ക് അബദ്ധം പറ്റിയതാണെന്നും തൻ്റെ നമ്പറിലേക്കാണ് GPay ചെയ്യേണ്ടിയിരുന്നതെന്നും പറഞ്ഞു. തൻ്റെ നമ്പറിലേക്ക് ആ തുക എത്രയും പെട്ടെന്ന് GPay ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. പിന്നെയും ആ ലേഡി വിളിച്ച് തൻ്റെ നമ്പറിലേക്കോ രണ്ടാമതായി വിളിച്ച ആളിൻ്റെ നമ്പറിലേക്കോ GPay ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. GPay വഴി തന്നെ തിരിച്ചയക്കാമെന്ന് ഒരു നിമിഷം വിചാരിച്ചെങ്കിലും രണ്ടുപേരുടെ ഇടപെടലും ഭീഷണി സ്വരവുമൊക്കെ സുഹൃത്തിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതിലുപരി GPay ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിരുന്ന നമ്പർ തൻ്റെ നമ്പരുമായി യാതൊരു സാദൃശ്യമില്ലാത്തതാണെന്ന് കണ്ടെത്തി. ബാങ്കിൻ്റെ വർക്കിംഗ് അവേഴ്സ് കഴിയാത്തതിനാൽ അദ്ദേഹം ബാങ്കുമായി ബന്ധപ്പെട്ടവരുടെ കാര്യത്തിലെ ഉപദേശം തേടി. ഒരിക്കലും അവർ തരുന്ന നമ്പറിലേക്ക് GPay ചെയ്യരുതെന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങി ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയാൽ മതിയെന്നുമായിരുന്നു ബാങ്ക് ഒഫീഷ്യൽസ് പറഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹം അവരെ വിളിക്കുകയും ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമേ ഇക്കാര്യം പരിഹരിക്കാൻ കഴിയൂ എന്ന് അറിയിക്കുകയുണ്ടായി. അതിനായി ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയും ചെയ്തു. ഗൂഗിൾ പേ വഴി തന്നെ അയച്ചു കൊടുക്കണമെന്ന് ഭീഷണി സ്വരത്തിലും യാചനാ സ്വരത്തിലുമൊക്കെ അവർ ആവശ്യപ്പെട്ടെങ്കിലും സുഹൃത്ത് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ബാങ്ക് ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വന്നു. അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴി ആ തുക തിരിച്ചയച്ചു കൊടുക്കുകയുണ്ടായി. ഇവിടെ ഈ സുഹൃത്ത് ചെയ്തത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമായിരുന്നു. ഇക്കാര്യത്തിൽ ബാങ്കിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുകയും അതനുസരിച്ച് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ബാങ്ക് ട്രാൻസാക്ഷൻസ് കൂടുതലും അക്കൗണ്ടബിലിറ്റി ഉള്ളതും IT റിട്ടേൺ ചെയ്യുമ്പോഴും മറ്റും UPI പ്ലാറ്റ്ഫോമുകളേക്കാൾ സുതാര്യവുമാണ്. നമ്മളും വിവിധ UPI പ്ലാറ്റ്ഫോമുകൾ വഴി പണം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവെ സ്വീകരിക്കേണ്ട ചില പ്രിക്കോഷൻസിനെ കുറിച്ച് പറയാം. ആദ്യം അപരിചിതർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് UPI ആപ്പുകൾ വഴി പണം അയച്ചാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അബദ്ധം പിടഞ്ഞതാണെന്നും UPI ആപ്പുകൾ വഴി തന്നെ പണം തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വഴങ്ങേണ്ടതില്ല. അങ്ങനെ പണം അയച്ചതിൻ്റെ തെളിവ് അവരിൽ നിന്ന് തന്നെ ആവശ്യപ്പെടാം. പണം അയച്ചാലുടൻ അതിൻ്റെ ട്രാൻസാക്ഷൻ ID ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ആപ്പിൽ ലഭ്യമാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടാം. പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട ആളിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് വഴിയും ട്രൂകോളർ വഴിയുമൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. UPI ആപ്പിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലുള്ള ആളും വിളിച്ച ആളും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതിനുശേഷം നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുകയും ഇക്കാര്യത്തിൽ ബാങ്കിൻ്റെ ഉപദേശം തേടുകയും ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ എപ്പോഴും സുതാര്യവും സുരക്ഷിതവുമായതിനാൽ നെഫ്റ്റ്, RTGS തുടങ്ങിയ മണി ട്രാൻസ്ഫർ മെത്തേഡ് ഉപയോഗിച്ച് പണം തിരിച്ചയക്കുന്നതായിരിക്കും നല്ലതെന്ന് അവർ നിർദ്ദേശിക്കും. അതിനുശേഷം പ്രസ്തുത വ്യക്തിയെ വിളിച്ച് ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമേ തുക തിരിച്ചയക്കാൻ കഴിയൂ എന്ന് അസന്നിഗ്ധമായി അറിയിക്കണം. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ലഭിച്ച ശേഷം നെഫ്റ്റോ RTGS ഓപ്റ്റ് ചെയ്ത് പ്രസ്തുത തുക അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ അഥവാ UTR നമ്പർ അവർക്ക് അയച്ചു കൊടുക്കുകയും വേണം. UTR നമ്പർ ഒരു ആൽഫാന്യൂമറിക് കോഡാണ്. ഇതുപയോഗിച്ച് നമ്മുടെ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും കഴിയും. വളരെ അപൂർവമായി പേയ്മെൻറ്റ്സ് കിട്ടാൻ ഡിലേ വരികയും ചിലപ്പോൾ കിട്ടാതെ വരികയും ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ UTR നമ്പർ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാനും സ്റ്റാറ്റസ് മനസ്സിലാക്കാനും കഴിയും. നെഫ്റ്റ്, RTGS തുടങ്ങിയ ബാങ്ക് ട്രാൻസ്ഫറുകൾ നടത്തിയാൽ UTR നമ്പർ കളക്ട് ചെയ്യാൻ മറക്കരുത്. അത് പിന്നീട് ഉപകരിക്കും. ഇനി നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. പണം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് റിസീവ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ ആവശ്യപ്പെടാം. ഇത് സംബന്ധിച്ച കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും സൂക്ഷിച്ചാൽ പിന്നീടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം. അതുകൊണ്ട് GPay, ഫോൺപേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇനി അബദ്ധവശാൽ തെറ്റായ നമ്പറിലേക്ക് UPI ആപ്പുകൾ വഴി പണം അയച്ചാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം UPI ആപ്പ് ഓപ്പൺ ചെയ്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പൂർണ്ണമായി മനസ്സിലാക്കണം. പണം കിട്ടിയ ആളിനെ ശാന്തമായി വിവരം ധരിപ്പിക്കണം. അദ്ദേഹത്തിനുകൂടി സ്വീകാര്യമായ രീതിയിൽ പണം തിരിച്ചു നൽകാൻ അഭ്യർത്ഥിക്കാം. ഗൂഗിൾ പേ ആപ്പാണെങ്കിൽ റിക്വസ്റ്റ് മണി ഓപ്ഷൻ വഴി പണം കിട്ടിയ ആളിനോട് തിരിച്ചു നൽകാൻ റിമൈൻഡ് ചെയ്യാം. നിങ്ങളുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് പ്രശ്നം റിപ്പോർട്ട് ചെയ്യുകയോ നേരിട്ട് ബാങ്കിനെ അറിയിക്കുകയോ ചെയ്യാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നൽകുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുകയും വേണം. പണം കിട്ടിയ ആൾ തിരിച്ചു നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇക്കാര്യങ്ങൾ തത്സമയം തന്നെ റിപ്പോർട്ട് ചെയ്താൽ പരിഹരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പണം അയക്കുന്നവർ കിട്ടേണ്ട ആളിൻ്റെ നമ്പരും പേരുമൊക്കെ റീകൺഫേം ചെയ്തിട്ട് വേണം പണം അയക്കേണ്ടത്. അനർഹമായ പണം കിട്ടുന്നവർ എല്ലാവരും മാന്യരെന്ന് കരുതേണ്ട. നമുക്ക് അർഹതയില്ലാത്ത പണം നമ്മുടേതല്ല. അനർഹമായ പണം അനവസരത്തിൽ വന്നു ചേർന്നാൽ അത് നേരായ വഴിയിൽ തിരിച്ചേൽപ്പിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലെത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക്